ഞാൻ ഒറ്റ കാര്യം കൂടി ചോദിച്ചിട്ട് ഇപ്പൊ നമ്മൾ ചാനലായതുകൊണ്ടും ഒരു കാര്യം എനിക്ക് ചോദിക്കണം എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പൊ ഈ ആന്തൂർ സാജനുമായി ബന്ധപ്പെട്ട വിവാദം അത് ഈ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും തരത്തിൽ ചർച്ചയാവുമെന്ന് തോന്നുന്നുണ്ടോ? ചർച്ചയാവുന്ന സാധ്യതയില്ല. നവമാധ്യമങ്ങളിൽ ചർച്ചയാവുന്ന ജനങ്ങളുടെ ഇടയിൽ ആ സന്ദർഭത്തിന് ജനങ്ങളുടെ ഇടയിൽ അത് ചർച്ച ചെയ്യുന്നില്ല. ടി കെ ഗോവിന്ദ മാഷ് പറഞ്ഞതുപോലെ രേഖകൾ എന്തെങ്കിലും കാണാതായ ഒരു സംഭവം ഓർമ്മിക്കും. അങ്ങനത്തെ ഒരു സംഭവമില്ല. ഇല്ല, നിങ്ങൾക്കിപ്പോ വിവരാവകാശ വിവരാവകാശ പ്രകാരം ചോദിച്ച എല്ലാ രേഖയും അവിടെ നിന്ന് വിട്ടു. മുനിസിപ്പാലിറ്റി കോടതി കൊടുത്ത രേഖയുണ്ട്. അതുപോലെ തന്നെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് FIR മറ്റ് അതിനകത്തൊന്നും എന്റെ പേര് പരാമർശിച്ചിട്ടില്ല. കോടതി കൊടുത്ത മുനിസിപ്പാലിറ്റി കൊടുത്തതിന് അത് പരാമർശിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ അന്ന് അവർ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളിൽ ചില കാര്യങ്ങൾ പിന്നെ പരിഹരിക്കാനുണ്ട്. ആ പരിഹരിക്കാനുള്ള കാര്യങ്ങൾ പരിഹരിക്കാത്തത് കൊണ്ട് കണ്ടീഷൻ ഒക്യുപ്പൻസി കൊടുത്തു. അന്ന് കണ്ടീഷൻ ഒക്യുപ്പൻസിയാണ്. ഇപ്പൊ ഞാൻ മാറിയിട്ട് 6 വർഷമാവുന്നു. ഈ 6 വർഷത്തിനിടയിലും പെർമനന്റ് നമ്പർ കൊടുക്കാൻ വേണ്ടി പറ്റിയില്ല. അപ്പൊ എന്റേതായ ഒരു പ്രശ്നം കൊണ്ടല്ല. പക്ഷെ ആ സംഭവം വളരെ വേദനാജനകമാണ്. അതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷെ അതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെറുപ്പത്തിൽ തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ആരെങ്കിലും പ്രേരണയാലല്ല ഈ സംഘടനാ രംഗത്ത് വന്നത്. എന്റെ താല്പര്യം എന്ന് വെച്ചാൽ ഒന്ന് പുരോഗമന പ്രസ്ഥാനത്തിന്റെ ഭാഗമാവുക, അതുപോലെ തന്നെ പാവപ്പെട്ടവരെ സഹായിക്കുക, അതോടൊപ്പം തന്നെ ഈ ഒരു അവരുടെ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായിട്ട് നിലനിൽക്കുക, അതോടൊപ്പം തന്നെ അനീതിയെ ചോദ്യം ചെയ്യുക. ഇങ്ങനെയൊക്കെയുള്ള ഒരു മാനസികാവസ്ഥയുടെ ഭാഗമായിട്ടാണ് ഞാൻ ഈ സംഘടനാ രംഗത്ത് വന്നിട്ടുള്ളത്. വേറൊരു താല്പര്യം കൊണ്ടല്ല. നിങ്ങൾക്കറിയാം, ഒരു ഫുൾ ടൈമർ ആയിട്ടുള്ള ഭർത്താവ് 85-ലാണ് കല്യാണം കഴിഞ്ഞ് വരുന്നത്. അന്ന് ഞാൻ വരുന്ന സന്ദർഭത്തിൽ SFI DYFI ജില്ലാ കമ്മിറ്റി മെമ്പറും മഹിളാസുര ഏരിയ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. ഇവിടെ വന്നതിന് ശേഷം ഇവിടെ ഞാൻ താമസിക്കുന്ന മുറാഴ അവിടെ വില്ലേജ് കമ്മിറ്റി സെക്രട്ടറിയായി, പിന്നീട് തളിപ്പറമ്പ് ഏരിയ സെക്രട്ടറിയായി, ഇപ്പോൾ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയും അഖിലേന്ത്യാ കമ്മിറ്റി മെമ്പറായി വർക്ക് ചെയ്യുകയാണ്. ഇതിനിടെ 2 പ്രാവശ്യം മുനിസിപ്പൽ ചെയർമാനായി, ഒരു പ്രാവശ്യം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായി. അപ്പൊ ഇതൊന്നും തന്നെ ഏതെങ്കിലും താല്പര്യത്തിന്റെ ഭാഗമായിട്ട് സെൽഫ് പ്രൊമോഷന്റെ ഭാഗമായിട്ടല്ല കണ്ടിട്ടുള്ളത്.